അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. അപ്പൊ ആള് സൈഡ് എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ച് പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. വീഡിയോ എടുത്ത് ആ ടൈമിൽ തിരക്കിനടക്കം എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി? അത്രയും അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി? ഈ സാധനമാണ് ആള് പിടിക്കാൻ വരുമ്പോ ഞാൻ ഈ പിടിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഈ വന്ന് പിടിക്ക്, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഇതല്ല ഉണ്ടാവണേ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. തെറി കേൾക്കുമ്പോൾ ഡിസ്റ്റർബിംഗ് ആയിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ടൊക്കെ ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തു. കാര്യം അമ്മാതിരി വർത്താനം പറയേണ്ടുന്ന ഒരു വിഷയം തന്നെയാണിത്. ഞാനിവിടെ സൈഡിലോട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുക്കാം. ധനശ്രീ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്, നല്ല നല്ല കിടിലം കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ധനശ്രീ ഇവിടെ കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ടാണ് അവൾ ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചത് എന്നൊക്കെ കമന്റ് ഇടാൻ വരുന്ന കുറെ ണ്ട്. ഇവന്മാരുടെ എല്ലാം തന്തയ്ക്ക് വിളിച്ചതായിട്ട് മുൻകൂറായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിൽ ധനശ്രീക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്ന ഒരു സാധനമുണ്ട്, അതായത് പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടക്കരുത്, അത് പെൺകുട്ടികൾക്ക് സേഫ് അല്ല. അതേപോലെ കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആൺകുട്ടികളെ ഭയങ്കര പ്രലോഭിപ്പിക്കാൻ കാരണമാവും. നമ്മളെപ്പോഴും കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. കുറെ കേട്ടിട്ടുണ്ട്, കുറെ സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. പൂനെ എക്സ്പ്രസ് അവിടെ വന്നു നിന്നു. എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോകേണ്ടത്. അപ്പം ട്രെയിനിൽ കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ സെക്കൻഡ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുറെ ആൾക്കാർ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല. വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല. ഒരു ഭീകര ജനത്തിരക്കോ അങ്ങനെയൊന്നും ഇല്ല, കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ കുറച്ച് ആൾക്കാർ, പക്ഷെ ഇറങ്ങാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോ ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പൊ സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കണ്ട് അപ്പോഴും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. അപ്പൊ ആള് സൈഡ് എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട്. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ. അപ്പൊ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ലോണം സൗണ്ട്, റെയിൽവേയിൽ മൊത്തം ഞാൻ സൗണ്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അതിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആൾ ഫോൺ ഇങ്ങനെ എന്താ പറയാ ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആളുടെ ഒരു കൈ ഞാൻ ഇങ്ങനെ അത്ര ഇങ്ങനെ പിടിച്ചു വെച്ചു. ആളെ പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആള് സ്പീഡിൽ സ്റ്റേഷന് പുറത്തേക്ക് പോയി. ഒരാള് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അവിടെ സ്റ്റേണായി നിൽക്കാമായിരുന്നു. ഞാൻ പിടിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ എന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ല അയാൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കണം, അയാൾ ഓടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇങ്ങനത്തെ കുറെ മൈരന്മാര് ബസ്സിലും ട്രെയിനിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാതിരി കുറെ ഞരമ്പത്രം കാണിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഈ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കയറി പിടിച്ചിട്ടും അവനെയൊക്കെ എന്താണ് ഇവിടെ ഇനിയും ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വിഷയം ഉണ്ടാകുന്ന ടൈമിലേക്ക് ആ പെണ്ണ് കണ്ടില്ല, അവൾ ആ കൃത്യസമയത്ത് വീഡിയോ എടുക്കാനെ കൊണ്ടാണ് അവൾ നോക്കിയത്, അവൾക്ക് കണ്ടന്റ് ആണ്, അവൾക്ക് റീച്ച് ആണെന്ന് പറയുന്ന കുറെ തന്തയില്ലാത്തമാരുണ്ട്. നമ്മൾ മുമ്പ് പല ഇത്തരത്തിലുള്ള ഞരമ്പന്മാരുടെ ഒക്കെ ആണെങ്കിൽ വിഷയങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫേസും കാണിച്ചിട്ടുണ്ട്, എവിടെ ഉള്ളമാരാണെന്നൊക്കെ നമ്മൾ കാണിച്ചിട്ട് മുമ്പ് ഒരു വിഷയം നമ്മൾ ചെയ്തതിൽ അവന് ലീഗലി അല്ലാതെയൊക്കെ പണി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലെ വിഷയങ്ങൾ പല സ്ഥലങ്ങളിൽ കാണുകയും ഇത്തരത്തിൽ പല പെൺകുട്ടികളും ഭയങ്കര ബ്രേവായിട്ട് വന്ന് ഇത്തരം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്തിട്ട് കൂടി ഇവന്മാർ വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ എന്തുകൊണ്ടാണെന്നറിയോ? ഒന്ന്, നമ്മുടെ ഇവിടുത്തെ നിയമം അത്രത്തോളം ശക്തമല്ലാത്തതുകൊണ്ടും, രണ്ട്, അവന്മാരെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് കുറെ പുന്നാര മക്കളുണ്ട്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കി കേൾക്കാം. ആള് ഞാനല്ല പിന്നെ ആള് പറയാൻ തുടങ്ങി, ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി. എനിക്ക് എന്റെ ഭാര്യയുണ്ട്, എന്റെ കുട്ടിയുണ്ട്, എന്റെ ഭാര്യ മക്കളറിഞ്ഞ ഇത് ഭയങ്കര സഹിക്കൂല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുടെ പഴംപുരാണ കഥകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് പ്ലീസ് ഇടോ ഞാനല്ല എന്നിട്ട് ആളിങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് ആളോട് പറഞ്ഞു, ചേട്ടൻ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കുക? ഞാൻ അത്ര ഇതായിരുന്നു ചോദിച്ചത്, ചേട്ടൻ എങ്ങനെയാണ് എന്നെ കണ്ടിട്ട് പിടിക്കാൻ തോന്നിയത് ചോദിച്ചത്. കാരണം ഞാൻ ഇട്ട ഡ്രസ്സ് എന്താ പറയുക, ഞാൻ ഈ ജേഴ്സി ഇട്ടിച്ചാണ്, അതും സമയം 3:30, വൈകുന്നേരം 3:30, ആ ഒരു നട്ടുച്ച വൈകുന്നേരം സമയമാണ്, സമയം 3:30 ഈ ജേഴ്സി ഇട്ടിച്ചാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിട്ട് ഉണ്ടാക്കുന്ന ഒരു തന്തയില്ലാത്ത കഴിവേറിയുടെ മോന്റെ മോനാണ് ആ പുന്നാരമൻ. എന്നിട്ട് ഇമാതിരി തോന്നിയ ദിവസം കാണിച്ചു എനിക്ക് ഭാര്യയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട് എന്നൊക്കെ പറയുമ്പോൾ
ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടുന്നത്? ഇവിടെ ഈ ഒരു പെൺകുട്ടി ഈ ഒരു ജേഴ്സി ഇട്ടിട്ട് പോയിട്ടാണ് ഡ്രസ്സിങ്ങിന്റെ പ്രശ്നത്തെ പറ്റിയിട്ട് പറയുന്ന പല ആൾക്കാരെ നമുക്ക് കേൾക്കാനും കാണാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കുക. ഇന്ന് കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിൽ ഒരു 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു കേസ് നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാണ്ടല്ലോ നമ്മുടെ ചങ്ക് തകർന്നു പോകൂടെ, ഭയങ്കര സങ്കടം തോന്നുന്നു. ആ ഒരു വാർത്ത കണ്ടിട്ട് നമ്മുടെ കണ്ണ്, നമ്മൾ പോലും അറിയാം, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അവിടെ ആ കുഞ്ഞിൻ്റെ വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നമാണോ എന്താണ്? ഇത്തരത്തിലെ ഒരു വിഷയം വന്ന് ഒരാൾക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് ബ്രേവായിട്ട് വന്ന് സമൂഹത്തിന്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ, പണ്ടൊക്കെ പല പെൺകുട്ടികളും മിണ്ടാതെ, ഇപ്പോഴും പല പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ മിണ്ടാതെ നിശബ്ദയായിക്കൊണ്ട് ചുറ്റുമുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലയോ എന്ന് പോലും അറിയാതെ പല ആൾക്കാരും പേടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് മുന്നോട്ട് വന്ന് സംസാരിക്കുമ്പോൾ, ഓക്കെ, ഫേക്കായിട്ട് ഇതുപോലെ ആണുങ്ങൾക്കെതിരെ ഇത്തിരി അലിഗേഷൻസ് ഇടുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്, അവരുടെ കാര്യം ഒരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരാൾ വന്ന് തെളിവോടുകൂടി തന്നെ കാണിച്ചു തരുമ്പോൾ അതിനകത്തും സംശയം കാണിച്ചിട്ട്, കണ്ടോ നീ അങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് തൊലിച്ചല്ലേ മറച്ചല്ലേ എന്ന് പറയുന്ന കുറെ പുന്നാരമക്കളുണ്ട്. കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ആ റെയിൽവേയില് എന്റെ ഒരാളുടെ സൗണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ റെയിൽവേയിൽ. കാരണം ഒരു പക്ഷേ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാൾ എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല. ഞാൻ ചിലപ്പോൾ ഉറങ്ങൂലായിരുന്നു. അത് എനിക്കതൊരു ട്രോമയാണ്. പക്ഷെ ലൈഫ് ലോങ് എനിക്കതൊരു വലിയൊരു ട്രോമയിലേക്ക് ഞാൻ ചിലപ്പോൾ നീങ്ങി പോവായിരുന്നു. എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ്. കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയിരുന്നു. പട്ടാ പകലൊരു 3-3:30 സമയത്താണ് ഇമാതിരി തന്തയില്ലായ്മത്ര അവിടെ പുനരമം വന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ മാനസികമായിട്ട് തളർന്നു പോകും അല്ലെ. അവിടെ നിന്നുകൊണ്ട് ഇതിനെതിരെ റിയാക്ട് ചെയ്യാനെ കൊണ്ട് അവർ മെന്റലി ആ സമയം കൊണ്ട് അവരൊന്ന് സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട്, ആ സമയത്ത് അവർക്ക് വിഷമോ സങ്കടമോ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ആ സമയത്ത് അവർ എവിടുന്നോ ഊർജിച്ചെടുക്കുന്ന ആ ഒരു ഇതുകൊണ്ട് അവരവിടെ റിയാക്ട് ചെയ്യുന്നു. ആ സമയത്ത് ഇവനെ എക്സ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ച് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ബ്രേവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, പല പെൺകുട്ടികളും ഇത്തരത്തിൽ റിയാക്ട് എങ്ങനെ ചെയ്യണമെന്ന് പോലും അറിയാതെ ഇപ്പോഴും പല അനുഭവങ്ങളുണ്ടായിട്ട് പേടിച്ച് ഒരാളുടെ അടുത്ത് പോലും ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. എനിക്ക് പല ആൾക്കാർ ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട്. മുമ്പ് നമ്മൾ പല വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാർ മെസ്സേജ് ചെയ്ത്, ചേട്ടാ എനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയമുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഒരാളോടും തുറന്നു പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ വലിയ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്നോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്ന് പറയുക. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചുറ്റുമുള്ള ഒരാളുടെ അടുത്ത് പോലും പറയാൻ പറ്റാതെ ഏതോ എവിടെയോ കിടക്കുന്ന യൂട്യൂബിൽ വീഡിയോ കണ്ട് മാത്രം പരിചയമുള്ള എൻ്റെ അടുത്ത് പല ആൾക്കാർ ഒരു വിശ്വാസം തോന്നി പറയേണ്ടി വരുന്നത് അത് അവരുടെ നിസ്സഹായാവസ്ഥയായിട്ട് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പോസ് ചെയ്യണം നിങ്ങൾ, അല്ലെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് പോയി കൊടുക്കണം, ലീഗലി മൂവ് ചെയ്യണം. ഇതൊക്കെ പറയുമ്പോഴും ഇല്ല ചേട്ടാ വീട്ടിൽ സീനാണ്, അച്ഛനമ്മ സീനാണ്, അല്ലെങ്കിൽ നാട്ടുകാർ സീനാണ്, നാട്ടുകാർ എന്ത് പറയുന്നുള്ളത് അറിയത്തില്ല, കൂട്ടുകാർ എന്ത് പറയുന്ന അറിയത്തില്ല, അങ്ങനെ പേടിച്ചിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ധനശ്രീനെ പോലുള്ള പെൺകുട്ടികൾ മാതൃകയാണ്. ഇങ്ങനെ വേണം റിയാക്ട് ചെയ്യാനെ കൊണ്ട്. നമ്മൾ മുമ്പ് ഒരു ആളുടെ വിഷയം, ഏഞ്ചൽ ബേബിയുടെ ഒക്കെ വിഷയം നമ്മൾ റിയാക്ട് ചെയ്ത ടൈമിൽ ഓക്കെ അവൾ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ചെയ്യുന്നവളല്ലേ, അവൾ ആ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, റീച്ചിന് വേണ്ടി, അങ്ങനെ പറയുന്ന ഒരു ആൾക്കാരെ കണ്ടു. ബ്രോ, ഞാൻ മുമ്പും പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞതായിരുന്നു, ഇപ്പം സമൂഹത്തിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ കൂടി അവരുടെ സമ്മതമില്ലാതെ അവരെ കയറി ടച്ച് ചെയ്യാനെ കൊണ്ട് ഇവിടെ ഒരാൾക്കും അർഹത അനുവാദവും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങളിപ്പം ഞാനിത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്ന് മാത്രമല്ല കേട്ടോ. അങ്ങനെയുള്ളപ്പോൾ ഒരു പെൺകുട്ടി അവരുടെ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ വന്ന് സമൂഹത്തിന് മുന്നിൽ പറയുമ്പോൾ അതിനെ കീറി മുറിച്ചിട്ട് ഓക്കെ അവളുടെ ഭാഗത്ത് എങ്ങനെ തെറ്റാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എന്താണെങ്കിൽ ഇവന്റെ ഫോട്ടോ എന്തായാലും എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ബ്ലർ ചെയ്തിട്ടാണ് ഈ ഒരു പെൺകുട്ടി കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കൊന്ന് കേൾക്കാം. അയാളുടെ ഫേസ് റിവീൽ ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കട്ടോ. നിങ്ങളെ വീട്ടിലെ ഒരാള്, ഒരു അച്ഛനോ ചേട്ടനോ ആരെങ്കിലും ഒരാള് ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന് ശേഷം ആ വീഡിയോ നിങ്ങൾ കാണുകയാണ്, ആ വീഡിയോ വൈറലായി, ആ വീഡിയോ നിങ്ങൾ കാണുകയാണ്. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, എന്താ ചെയ്യാ? നമ്മളിപ്പം ആവേശത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നെ അത് ഭയങ്കര എക്സ്ട്രീം വേറെ കുറെ പ്രശ്നങ്ങൾക്ക് കാരണം ഉണ്ടാവും. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങളുടെ സ്വന്തം അച്ഛനോ ഏട്ടനോ ആരെങ്കിലും ഒരാള് ഇങ്ങനെ കയറി പിടിച്ചതിന് ശേഷം നിങ്ങൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ കുട്ടിയുടെ അടുത്ത് തന്തയില്ലായ്മ കാണിച്ചിരിക്കുന്ന ഒരു അപരാധി മോനാണ് അവൻ. ഓക്കെ, അവന്റെ ഫോട്ടോ ഇത് ബ്ലർ ചെയ്ത് കാണിച്ച് അവന്റെ മുഖം ശരിക്കും എക്സ്പോസ് ചെയ്യാത്തതിന്റെ കാരണം പറയുകയാണ്. അവൻ്റെ വീട്ടിൽ അവന് ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, നാളെ അവർക്ക് പുറത്തിറങ്ങേണ്ടി നടക്കാൻ നാണക്കേടാവും, അവരെങ്ങനെ തല ഉയർത്തി നടക്കും എന്ന് അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട്. കാര്യം അവർ നിരപരാധികളാണ്. ഇവൻ ഇമാതിരി തന്തയില്ലായ്മ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് പേടിച്ചു? അവർ നിരപരാധികളാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ളപ്പം അവരുടെ ഒരു അവസ്ഥ ആലോചിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാനെ കൊണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് റെസ്പെക്റ്റ് ആണ് എനിക്ക് ഈ ഒരു പെൺകുട്ടിക്ക് തോന്നുന്നത്. അത്രത്തോളം ബഹുമാനമാണ്. കാര്യം നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ പോലും എന്നെ കൊണ്ട് ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല. കാര്യം ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. കാണിച്ചിരിക്കുന്ന തന്തയില്ലായ്മയല്ല, അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. പക്ഷെ ആ ഒരു അവസരത്തിൽ മുന്നിൽ നിൽക്കുന്ന ശത്രു ആണെങ്കിൽ കൂടി
അയാളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾ അവരെ നിരപരാധികളാവാം, ഇയാൾ കാണിക്കുന്ന തന്തയില്ലായ്മയാന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരപരാധികളാവാം എന്ന് വിചാരിച്ച് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയിട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാൻ ഈ ഒരു പെൺകുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഈ ഒരു പെൺകുട്ടിയുടെ എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇവനെ എക്സ്പോസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്ത് ഈ പെൺകുട്ടി പറയുന്ന മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അതായത് ടിക്കറ്റ് പരിശോധിച്ചിരുന്നു. ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ എന്റെ കയ്യിലുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരിലേക്കുള്ള ടിക്കറ്റും ആളുടെ കയ്യിലുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ആ ട്രെയിൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ട്രെയിൻ അല്ലായിരുന്നു. അപ്പോൾ ആൾ പോലീസുകാരെ ചോദിച്ചു, നിന്റെ കയ്യിൽ ട്രിവാൻഡ്രത്തെ അങ്ങോട്ടുള്ള ടിക്കറ്റ് ആണ്, പക്ഷേ ഈ ഇവിടെ വന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എന്റെ ബാഗ് മിസ്സായി, എന്റെ ബാഗ് ട്രെയിനിൽ മിസ്സായി. ട്രെയിൻ ഏതോ ഇത് ഏതോ, പക്ഷെ ആളുടെ ബാഗ് ഇതില്. കുഴപ്പമില്ല, ബാഗ് മിസ്സായതല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ കേസിനെ പറ്റി എന്തായി ചോദിക്കുന്നുണ്ട്. ആളുടെ പേര് സജീവൻ എന്നാണ്, ആൾക്ക് 30 വയസ്സാണ്. ആള് എഫ്ഐആർ ഫയൽ ചെയ്തു, ആളെ അറസ്റ്റ് ചെയ്തു. ഇപ്പം റിമാൻഡിലാവാനാണ് സാധ്യത നല്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം റിമാൻഡിലാണല്ലോ ഉണ്ടാവുക. ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന അവന്റെ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. കാര്യം അവന്റെ ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ടിക്കറ്റാണ് കയ്യിലിരിക്കുന്നത്, വേറെ എങ്ങോട്ടോ പോകാനുള്ള ടിക്കറ്റും വെച്ചുകൊണ്ടാണ് ഇവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ് അല്ലെ. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ധനശ്രീ മാത്രമായിരിക്കും ഇതിനകത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. ബാക്കിയുള്ള പല ആൾക്കാരും റിയാക്ട് ചെയ്യണോ, പേടി തോന്നിയിട്ട് ചുറ്റുമുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, കൂടെ നിൽക്കും എന്നുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കും പല ആൾക്കാരും റിയാക്ട് ചെയ്യാണ്ട് നിന്നിട്ടുണ്ടാവുക അല്ലെ. അങ്ങനെയുള്ള സ്ഥലത്ത് ധനശ്രീ അവിടെ റിയാക്ട് ചെയ്തത്. എന്താണെങ്കിലും ഇനി നാളെ ഒരു സമയത്ത് ഇവൻ ഇത് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഞരമ്പന്മാർ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഇതിന് ശേഷം ഇതൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തു മറിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടും ധനശ്രീ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ആരോ ഒരാൾ ഈ ഒരു ഇൻസിഡന്റ് ഇട്ടിട്ട് അതിന്റെ കമന്റ്സ് മൊത്തം എനിക്ക് അമ്മ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കേട്ടോ. അതിൽ കമന്റ്സ് ഭൂരിഭാഗം ഇങ്ങനെ, ഇവളിങ്ങനെ വീഡിയോ എടുത്ത് ഇവള് പിടിക്കാൻ നിൽക്കുന്ന ഒരാൾ ഇവളിങ്ങനെ വീഡിയോ എടുക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റിയത്, ലൈക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ആ ടൈമിൽ തിരക്കിനടക്കം എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി, അത്രയും അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി, ഈ സാധനമാണ്. സി ആൾ പിടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ പിടിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഈ വന്ന് പിടിക്ക്, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം, ഇതല്ല ഉണ്ടാവണ്. ആള് പിടിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് മൊമെന്റ് ഞാൻ ആളെ കയ്യിൽ പിടിച്ച് ഞാൻ കുറേ നേരം ഷൗട്ട് ചെയ്ത് ഒരു പോയിന്റിൽ ഒരു മൊമെന്റിൽ എത്തിയപ്പോഴാണ് എനിക്കൊരു സാധനം ഓർമ്മ വന്നത്, ആളുടെ മുഖം വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആളെ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൊണ്ട് വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഞാൻ ആളുടെ ആ മുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായി, പെൺകുട്ടി എന്നല്ല ഒരു ആൺകുട്ടിക്കും ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് അവിടെ മെയിൻ ആയിട്ട് ഒരു ഇഷ്യൂ വരുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളതാണ്. അത് വേറെ കുറെ കമന്റ്സ് ഉണ്ട്, എനിക്കിതൊരു കണ്ടന്റ് ആയിട്ട് കുറച്ച് നാളിത് ലൈക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതെന്ന്. ബ്രോ, എനിക്ക് കണ്ടന്റിന് ക്ഷാമില്ല, അത്രയും ക്ഷാമുള്ള ഒരാളല്ല ഞാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് കണ്ടന്റ് ക്ഷാമമായിട്ട് ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈ സംശയമുള്ള ഈ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടാക്കേണ്ടുന്ന വ്യൂവർഷിപ്പിന്റെ ആവശ്യമൊന്നും പുള്ളിക്കാരിക്ക് ഇല്ല. കാര്യം അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഒക്കെ ചെയ്യുന്ന കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഭയങ്കരമായിട്ട് കൂടിപ്പോകും. ബിക്കോസ് ഒന്നാമതിന്റെ സമനില മൊത്തം തെറ്റി പണ്ടാറടങ്ങിയിട്ടുള്ളത്. എനിക്കറിയാം നെഗറ്റീവ് കമന്റ്സ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ വേറൊരു മെസ്സേജ് എനിക്ക് ഞാൻ ഇൻബോക്സിൽ വരുന്ന മാക്സിമം മെസ്സേജ് വായിക്കാതെ വിടാനാണ് നോക്കല്. പക്ഷേ ചില മെസ്സേജസ് നമ്മളിങ്ങനെ വായിപ്പിച്ചു പോകും. ഒരു മെസ്സേജാണ് ഏതൊരു തന്ത വന്നിട്ട് മെസ്സേജ് അയക്കാണ്, അയാൾ കയറി പിടിക്കാൻ ശ്രമിച്ചതേ ഉണ്ടാവുള്ളൂ, തിരക്കിനിടയിൽ ഇങ്ങനെ തനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി, ഒക്കെ തന്റെ തോന്നലായിരിക്കും, ഒക്കെ ഒരു സ്വപ്നമായിരുന്നു. ഇന്നലെ ഞാൻ രാത്രി കണ്ടൊരു സ്വപ്നം ഞാൻ ഇന്ന് രാവിലെ AI വെച്ച് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു, ഇന്ന് ഞാൻ വൈറലായി. ഓക്കെ, ഉത്തരം കിട്ടിയില്ല. ഇങ്ങനെ ഈ ഞരമ്പത്തരം കാണിക്കുന്ന േക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഇതുപോലെ കമന്റ് ബോക്സിലും DM-ലും വന്ന് ഇമാതിരി വർത്താനം പറയുന്ന ഇങ്ങനത്തെ നമ്മൾ കൂടുതൽ പേടിക്കാനെ കൊണ്ട്. കാരണം ആ ഒരു 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഒരു കൊച്ചു കുഞ്ഞട, എന്ത് ലോകം പോലും കണ്ടിട്ടില്ലാത്തൊരു കുഞ്ഞടെ, അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ഓക്കെ, അതൊക്കെ ആ ഒരു കാര്യത്തിലോട്ടൊക്കെ വഴിവെക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെ സമീപിക്കുന്ന ആൾക്കാർ സമീപിക്കുന്ന ഒരു രീതി. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ആൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് പലരും പങ്കുവെക്കാറുണ്ട്. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു ലേഡിയുടെ ഒരു കേസ് ഇതുപോലെ അയാൾ വന്നിട്ട് ആ ലേഡീനെ കയറി പിടിക്കുക എന്ന് കൃത്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഷൂട്ട് ചെയ്തത് 4 ആളെ കാണിക്കണം, ഇവനെ എക്സ്പോസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള പുന്നാര മക്കളെ 4 ആൾ അറിയണം എന്ന് വിചാരിച്ചിട്ട് തന്നെ അങ്ങനെ ഒരു ലേഡി ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും കാണിച്ചപ്പോൾ എന്നിട്ട് റിയാക്ട് ചെയ്ത് അവനെ ചെവിട് നോക്കി പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ബസ്സിലുള്ള ഒരാൾ പോലും അനങ്ങുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അതിൻ്റെ കമന്റ് ബോക്സിൽ അവളെ റീച്ചിന് വേണ്ടിയിട്ട് അവളെ സുഖം പിടിച്ചിരുന്നു എന്ന് പറയുന്ന കുറേ മൈരന്മാരുണ്ട്. അവന്മാരെ വേണം നമ്മൾ പേടിക്കാനെ കൊണ്ട്, ശരിക്കും അവരെ വേണം പേടിക്കുക. ഇത് ആണുങ്ങൾ മാത്രം ഇടുന്ന കമന്റ് അല്ല കേട്ടോ, പെണ്ണുങ്ങൾ ഇടുന്ന കുറേ കമന്റ് ഉണ്ട്. അത് അതിനെക്കാട്ടി ഭയങ്കര ഭീകരമാണ്. ഈയിടെ നമ്മുടെ ഒരു കൂട്ടുകാരി ഫോസ്റ്റിന അവള് ഇത്തരത്തില് ഒരു വിഷയം എടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട്. ആ ബസ്സിന് അതിനകത്ത് ഏറ്റവും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ആ ബസ്സിനകത്ത്
അവൾ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആ ബസ്സിനകത്ത് എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. അങ്ങനെ കുറേ മൈത്താണ്ടികൾ, കണ്ട് ആസ്വദിക്കുന്ന കുറേ മൈത്താണ്ടികൾ. എന്തുവാണ് ഇതൊക്കെ? ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യാണ്ട് ഓക്കെ ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് പറയുമോ, തെറി പറയുമോ, നമുക്ക് നെഗറ്റീവ് കമൻസ് വരുമോ, അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെ ഉൾക്കൊള്ളില്ലെന്ന് പറഞ്ഞാൽ പേടിച്ചിരിക്കുകയാണോ വേണ്ടുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ ചെയ്യുന്നവന്മാരെക്കാൾ കൂടുതൽ ഇവന്മാരെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഇമ്മാതിരി മൈരന്മാരെ വേണം നമ്മൾ അതിനേക്കാൾ പേടിക്കാൻ. ഇങ്ങനെയുള്ളവന്മാരെ കണ്ടെത്തിയിട്ട് അവന്മാരെയാണ് സത്യം പറഞ്ഞ എക്സ്പോസ് കൂടുതൽ ചെയ്യേണ്ടത്. ഓക്കെ, എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമം അത്രത്തോളം സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള പുന്നാര മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ തന്തയില്ലാത്തമാരുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ സാധനം പിന്നെയും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും. എന്താണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.